ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയം 1-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തൽസ്വച്ഛത്വാദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതി. സന്ധിവിച്ഛേദം. സത്വം യത് തത്പരാഭ്യാം അപരികലനതഃ നിർമ്മലം തേന താവത് ഭൂതൈഃ ഭൂതേന്ദ്രിയൈഃ തേ വപുഃ ഇതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത് സ്വച്ഛത്വാദ യത് അച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാഃ രമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. തത്പരാഭ്യാം അപരികലനതഃ. ശ്രീ ഗുരുവായൂരപ്പൻ ശുദ്ധ സത്വസ്വരൂപനാണ് എന്ന് സമർത്ഥിക്കുകയാണ്. നിർഗുണ നിരാകാര ബ്രഹ്മം ഗുണാതീതനാണ്. ഉണ്ടായ സൃഷ്ടിയെല്ലാം തന്നെ സത്വ രജ തമോ ഗുണങ്ങൾ, 3 ഗുണങ്ങളാൽ നിർമ്മിതമാണ്. പക്ഷേ തത്പരാഭ്യാം അപരികലനതഃ, അതായത് അതിൽ നിന്ന് അന്യങ്ങളായവയോട് പരികലനം, അതായത് കലർപ്പില്ലായികയാൽ. ഏതിൽ നിന്ന് അന്യങ്ങളായവയോട്? രജസ്സും തമസ്സും കലരാതെയുള്ള ആ സത്വഗുണം. അതാണ് സത്വഗുണം മാത്രമേ ഉള്ളൂ. ആ രജസ്സിനോടും തമസിനോടും അല്പം പോലും കലർപ്പുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള നിർമ്മലം യഥ സത്യം, സത്വം, പരിശുദ്ധമായ ഏതൊരു സത്വഗുണമുണ്ടോ തേന താവത് ഭൂതൈഹി ഭൂതേന്ദ്രിയൈഹി, അതുകൊണ്ട് തന്നെ, അതായത് ആ സത്വഗുണം കൊണ്ട് തന്നെ, അതുമാത്രം കൊണ്ടുണ്ടായ പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും തേ വപുഹു ഇതി, അങ്ങയുടെ ദിവ്യ ശരീരം, ദിവ്യ വിഗ്രഹം ഉണ്ടായിരിക്കുന്നു എന്ന് ബഹുശഃ വ്യാസവാക്യം ശ്രൂയതേ, പല പ്രകാരത്തിൽ വ്യാസമഹർഷിയുടെ വചനം കേൾക്കപ്പെടുന്നു. തത് സ്വച്ഛത്വാത്, ആ നൈർമല്യം ഹേതുവായിട്ട്, യത് അച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസ രൂപം, യത് യാതൊരു അങ്ങയുടെ ശരീരം, അച്ഛാദിതം മറയ്ക്കപ്പെടാത്തതായിരിക്കുന്ന, പരസുഖ അതായത് സാന്ദ്രാനന്ദാവബോധം, അതിമേ പറഞ്ഞു, ആ മനോഹരമായ ആ ദിവ്യ ശരീരം സാന്ദ്രമായ ആനന്ദം കൊണ്ടും അവബോധം കൊണ്ടും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു, ജ്ഞാനം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരം. അങ്ങനെ ആ ബ്രഹ്മത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. പരസുഖ ചിത് ഗർഭ നിർഭാസ രൂപം, സാന്ദ്രാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ ഉള്ളിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? അത്യന്തം അത് പ്രകാശ സ്വരൂപമായിരിക്കുന്നു. ആ പ്രകാശത്തിന് മുമ്പിൽ മറ്റൊന്നും പ്രകാശിക്കുന്നില്ല, ഒന്നിനും പ്രകാശമില്ല. തസ്മിൻ ശ്രുതിമതി മധുരേ, അപ്രകാരമുള്ള കർണങ്ങൾക്കും ബുദ്ധിക്കും മാധുര്യത്തെ പകർന്നു തരുന്നതായ സുഗ്രഹേ, എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്ന, തേ വിഗ്രഹേ, അങ്ങയുടെ ദിവ്യമൂർത്തിയിൽ, വിഗ്രഹത്തിൽ, ധന്യാഹ രമന്തെ, സുകൃതികൾ രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പോയ ശ്ലോകത്തിലും ജനഹ അന്യത് ഭജതി പറഞ്ഞു. ഭക്തിയില്ലാത്തവര്
വിശ്വാസമില്ലാത്തവര് വിഷയങ്ങളെ ഭജിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷെ ധന്യരായ ജനങ്ങള് ഈ വിവേകപൂർണമായ മനുഷ്യ ജന്മത്തില് ബ്രഹ്മസാക്ഷാത്കാരത്തെ, ആത്മസാക്ഷാത്കാരത്തെ നേടണം എന്നുള്ള ഉറച്ച ലക്ഷ്യബോധത്തോടുകൂടി തങ്ങളുടെ ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നതിനെ ഒരു പുരുഷാർത്ഥത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അവരാണ് ധന്യര്. ഭഗവാനിൽ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ആത്മാന്വേഷണത്തിന് വേണ്ടി മുമുക്ഷുവായി വർത്തിക്കുന്നവർ, അവർക്കുള്ള ഗുണമാണ് പോയ ശ്ലോകത്തിലും പറഞ്ഞത്. സ്ഥിരതര മനസ്സ, ഉറച്ച വിശ്വാസം, ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസം. പിന്നെ അചഞ്ചലമായ ഭക്തി, ശ്രീ ഗുരുവായൂരപ്പനുള്ള അചഞ്ചലമായ ഭക്തി. സകല ഭുവനമധ്യേ നിർധനാസ്തേ വിധന്യ, ഈ ലോകത്തിൽ എല്ലാറ്റിലും വെച്ച് നിർധനരാകട്ടെ, അവര് ധന്യന്മാരാണ്. എപ്രകാരമാണെങ്കിൽ നിവസതി ഹൃദയേഷാം ശ്രീഹരേർ ഭക്തിരേക, അവരുടെ ഹൃദയത്തില് ശ്രീഹരിയിൽ ഭക്തി, ഏകാഭക്തി, ഏകാന്തമായ ഭക്തി, അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ അവരാണ് ധന്യർ. എന്തുകൊണ്ട്? ഹരിരവി നിജലോകം സർവധാതോ വിഹായ, ശ്രീഹരി എന്താ ചെയ്യാ? ഈ ഭക്തന്റെ ഹൃദയത്തിലാണല്ലോ ഭഗവാൻ വസിക്കുന്നത്. ഭക്തനെ നോക്കിയിരിപ്പാണ് ഭഗവാൻ. അപ്പോ ഭഗവാൻ തന്റെ ലോകത്തെ ത്യജിച്ചിട്ട് പ്രവിശതി ഹൃദയേഷാം ഭക്തി സൂത്രോപനദ്ധ, അവരുടെ ഹൃദയത്തിൽ വന്നിരിക്കുമത്രേ ആ സച്ചിദാനന്ദ കട്ട. ഭക്തിയാകുന്ന ചരടുകൊണ്ട് ബന്ധനാക്കപ്പെട്ടവനായിട്ട്, ബന്ധനാസ്ഥനായിട്ട് ഹൃദയമാകുന്ന ഉലൂഖലത്തിൽ വന്നിരിക്കുമത്രേ ഭക്തന്റെ. അവരാണ് ധന്യർ. ഇങ്ങനെ ഭക്തിയാകുന്ന പ്രണയരചനയാണ് ഗോപാങ്കനമാര് കെട്ടിയിട്ട്, അതേപോലെ ഭക്തിയാകുന്ന ചരടുകൊണ്ട് ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ ബന്ധിച്ചു നിർത്തുന്നവരാണ് ധന്യന്മാർ, ഭക്തന്മാർ. ഭഗവാൻ ഈ എളിയ വാക്കുകളിൽ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.